പോളോ കുടുംബം തിരികെ നാട്ടിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും അടഞ്ഞ് നിരാശയുടെ പടുകുഴിയിൽ വീണുകിടക്കുമ്പോഴാണ് ആ വാർത്ത കുബ്ലായ് ഖാന്റെ കൊട്ടാരത്തിലെത്തിയത്. അത് പേർഷ്യയിൽ നിന്നായിരുന്നു. അന്ന് പേർഷ്യ ഭരിച്ചിരുന്നത് മംഗോൾ വംശത്തിൽപ്പെട്ട കുബ്ലായ് ഖാന്റെ തന്നെ ഒരു ബന്ധുവായ അർഘുൻ ഖാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ബോൾഖാന ഖാതൂൺ മരണശയ്യയിലായിരുന്നു. മരിക്കുന്നതിനു മുൻപ് അവർ ഭർത്താവിനോട് ഒരവസാന ആഗ്രഹം പറഞ്ഞു: എനിക്ക് ശേഷം എന്റെ വംശത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ നിങ്ങൾ വിവാഹം കഴിക്കാവൂ. അവരുടെ വംശം കുബ്ലായ് ഖാന്റെ കൊട്ടാരത്തിനടുത്തുള്ള ഒരു ഗോത്രമായിരുന്നു. പ്രിയപ്പെട്ട ഭാര്യയുടെ അവസാന ആഗ്രഹം നിറവേറ്റാൻ അർഘുൻ ഖാൻ തീരുമാനിച്ചു. അദ്ദേഹം കുബ്ലായ് ഖാന്റെ അടുത്തേക്ക് 3 ദൂതന്മാരെ അയച്ചു. അവർ ഖാന്റെ കൊട്ടാരത്തിലെത്തി അർഘുൻ ഖാന്റെ ആവശ്യമറിയിച്ചു. പേർഷ്യയിലെ രാജ്ഞിയാകാൻ യോഗ്യയായ പരേതയായ രാജ്ഞിയുടെ വംശത്തിൽ നിന്നുള്ള ഒരു യുവതിയെ ഞങ്ങൾക്ക് വേണം. കുബ്ലായ് ഖാൻ ആ ആവശ്യം സന്തോഷത്തോടെ സ്വീകരിച്ചു. തന്റെ ബന്ധുവിന് ഒരു വധുവിനെ നൽകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. അദ്ദേഹം യോഗ്യയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. 17 വയസ്സ് പ്രായമുള്ള അതിസുന്ദരിയായ കോക്കാച്ചിൻ എന്ന രാജകുമാരിയെ. അങ്ങനെ രാജകുമാരിയെയും കൂട്ടി പേർഷ്യൻ ദൂതന്മാർ മടക്കയാത്രയ്ക്ക് തയ്യാറായി. അവർ കരമാർഗമാണ് യാത്ര തുടങ്ങിയത്. പക്ഷേ അവർ യാത്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. വഴികളെല്ലാം കൊള്ളക്കാരെക്കൊണ്ടും പട്ടാളക്കാരെക്കൊണ്ടും നിറഞ്ഞു. കുറച്ചുകാലം മുന്നോട്ടു പോകാൻ ശ്രമിച്ചെങ്കിലും യാത്ര അസാധ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ജീവനോടെ പേർഷ്യയിലെത്താൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ അവർ തിരികെ കുബ്ലായ് ഖാന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങി. അവർ ഖാന്റെ മുന്നിൽ വന്ന് സങ്കടത്തോടെ പറഞ്ഞു: മഹാരാജൻ, കരമാർഗമുള്ള യാത്ര സുരക്ഷിതമല്ല. ഞങ്ങൾക്ക് രാജകുമാരിയെയും കൊണ്ട് പേർഷ്യയിലെത്താൻ കഴിയില്ല. കൊട്ടാരത്തിൽ വലിയ ചർച്ചകൾ നടന്നു. ഇനി എന്തു ചെയ്യും? എങ്ങനെ രാജകുമാരിയെ സുരക്ഷിതമായി പേർഷ്യയിലെത്തിക്കും? അപ്പോഴാണ് ആ ദൂതന്മാർ മാർക്കോ പോളോയെ കണ്ടത്. മാർക്കോ അപ്പോഴേക്കും ചക്രവർത്തിക്കുവേണ്ടി കടൽമാർഗം പല യാത്രകളും നടത്തിയിരുന്നു. ഇന്ത്യയുടെ തീരങ്ങളിലേക്കും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അവൻ സഞ്ചരിച്ചിരുന്നു. അവിടുത്തെ കടലിനെക്കുറിച്ചും കാറ്റിന്റെ ഗതിയെക്കുറിച്ചും തുറമുഖങ്ങളെക്കുറിച്ചുമെല്ലാം അവന് നല്ല അറിവുണ്ടായിരുന്നു. പേർഷ്യൻ ദൂതന്മാർ മാർക്കോയുമായി സംസാരിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി: ഈ വെനീഷ്യൻകാർക്ക് കടൽ യാത്രയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അവർ നേരെ കുബ്ലായ് ഖാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കൂടെ പോളോകളെയും കൂട്ടി. മഹാരാജൻ, അവർ പറഞ്ഞു, കരമാർഗം യാത്ര അസാധ്യമാണ്. പക്ഷേ കടൽമാർഗം ഒരു വഴിയുണ്ട്. ഈ വെനീഷ്യൻ പ്രഭുക്കന്മാർക്ക് കടലിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. അവരുടെ കൂടെയാണെങ്കിൽ രാജകുമാരിയെ സുരക്ഷിതമായി കടൽ വഴി പേർഷ്യയിലെത്തിക്കാൻ കഴിയും. ദയവായി ഇവരെ ഞങ്ങളോടൊപ്പം അയക്കണം. ആ നിമിഷം പോളോകളുടെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. അവരുടെ മുന്നിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഇതൊരു സുവർണാവസരമാണ്. പേർഷ്യയിലേക്ക് കടൽമാർഗം പോയാൽ അവിടെ നിന്ന് വെനീസിലേക്കെത്താൻ എളുപ്പമാണ്. ഇതാണ് തങ്ങളുടെ രക്ഷപ്പെടാനുള്ള ഏക വഴി. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു പുതിയ നാളം മിന്നിമറയുന്നത് കുബ്ലായ് ഖാൻ കണ്ടു. അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് തടഞ്ഞാൽ താൻ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അതെന്ന്. അദ്ദേഹത്തിന് അവരെ പിരിയുവാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു രാജകുമാരിയുടെ ഭാവിയുടെയും മറ്റൊരു രാജ്യത്തിന് കൊടുത്ത വാക്കിന്റെയും മുന്നിൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു. വളരെ ദുഃഖത്തോടെ ഒരച്ഛൻ തന്റെ പ്രിയപ്പെട്ട മക്കളെ യാത്രയാക്കുന്ന വേദനയോടെ കുബ്ലായ് ഖാൻ ആ യാത്രയ്ക്ക് അനുവാദം നൽകി. നിങ്ങൾ പോകുക, അദ്ദേഹം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട രാജകുമാരിയെ സുരക്ഷിതമായി എന്റെ ബന്ധുവിന്റെ അടുത്തെത്തിക്കണം. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം പോളോകൾക്ക് 2 സ്വർണ്ണഫലകങ്ങൾ കൂടി നൽകി. വഴിയിൽ എന്ത് സഹായം വേണമെങ്കിലും നൽകാൻ തന്റെ സാമ്രാജ്യത്തിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്ന ഫലകങ്ങളായിരുന്നു അത്. അതോടൊപ്പം അവരുടെ യാത്രയ്ക്കാവശ്യമായ പണവും വിലയേറിയ സമ്മാനങ്ങളും നൽകി. അങ്ങനെ ഒരു വലിയ കപ്പൽ വ്യൂഹം തന്നെ ആ യാത്രയ്ക്കായി തയ്യാറാക്കി. 14 വലിയ കപ്പലുകൾ. ഓരോ കപ്പലിനും 4 പായ്മരങ്ങൾ വീതമുണ്ടായിരുന്നു. ചില കപ്പലുകൾക്ക് 250-300 നാവികരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. 2 വർഷത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും മറ്റു സാധന സാമഗ്രികളും ആ കപ്പലുകളിൽ നിറച്ചു. ആകെ 600 യാത്രക്കാർ ആ കപ്പലുകളിൽ ഉണ്ടായിരുന്നു, നാവികരെ കൂടാതെ. പേർഷ്യൻ ദൂതന്മാർ, പോളോ കുടുംബം, പിന്നെ ഏറ്റവും പ്രധാനമായി കോക്കാച്ചിൻ രാജകുമാരിയും അവളുടെ തോഴിമാരും. യാത്ര പുറപ്പെടുന്ന ദിവസം കുബ്ലായ് ഖാൻ അവരെ യാത്രയാക്കാൻ നേരിട്ടെത്തി.
അദ്ദേഹം പോളോകളെ ആലിംഗനം ചെയ്തു. മാർക്കോയുടെ തോളിൽ തട്ടി അവൻ എന്നെങ്കിലും തിരികെ വരണമെന്ന് ഒരു പിതാവിനെപ്പോലെ പറഞ്ഞു. ആ യാത്രയയപ്പ് വളരെ വികാരനിർഭരമായിരുന്നു. അങ്ങനെ 17 വർഷത്തെ കഥായിലെ ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് പോളോ കുടുംബം തങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചു. അവർ വന്നത് കരമാർഗമാണെങ്കിൽ ഇപ്പോൾ അവർ മടങ്ങുന്നത് കടൽ വഴിയാണ്. മുന്നിൽ ഇന്ത്യൻ മഹാസമുദ്രമെന്ന അജ്ഞാതമായ ഒരു ലോകം അവരെ കാത്തിരിക്കുന്നു. കടൽക്കൊള്ളിക്കാർ, ഭീകരമായ കൊടുങ്കാറ്റുകൾ, അപരിചിതമായ രോഗങ്ങൾ. കരയാത്രയേക്കാൾ എത്രയോ മടങ്ങ് അപകടം നിറഞ്ഞ ഒരു യാത്രയാണതെന്ന് അവർക്കറിയില്ലായിരുന്നു. 1291 ചൈനയിലെ ക്വാങ്ചൌ തുറമുഖത്തുനിന്നും ആ കൂറ്റൻ കപ്പൽ വ്യൂഹം യാത്ര തിരിച്ചു. സ്വർണവും പട്ടും സുഗന്ധദ്രവ്യങ്ങളും നിറച്ച കുബ്ലായ് ഖാന്റെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിയ 14 കപ്പലുകൾ. അവരുടെ ലക്ഷ്യം പേർഷ്യയിലെ ഹോർമുസ് തുറമുഖം. യാത്രയുടെ തുടക്കത്തിൽ എല്ലാവരിലും ഒരുതരം ഉത്സവലഹരിയായിരുന്നു. രാജകുമാരി കോക്കാച്ചനും തോഴിമാരും ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടു. പോളോകളാകട്ടെ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതിന്റെ ആവേശത്തിലായിരുന്നു. എന്നാൽ കരവിട്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ യാത്രയുടെ യഥാർത്ഥ സ്വഭാവം അവർക്ക് മനസ്സിലായി തുടങ്ങി. അവർക്ക് കടലിനെക്കുറിച്ച് അറിയാമായിരുന്നു, പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ രൗദ്രഭാവം അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. അവരുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഇടത്താവളം ഇന്നത്തെ തെക്കൻ വിയറ്റ്നാമിന്റെ ഭാഗമായ ചമ്പാ രാജ്യത്തായിരുന്നു. മാസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം കര കാണുന്നത് തന്നെ ഒരു വലിയ ആശ്വാസമായിരുന്നു. കപ്പലുകൾക്കാവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താനും ശുദ്ധജലവും ഭക്ഷണവും ശേഖരിക്കാനുമാണ് അവർ അവിടെ നങ്കൂരമിട്ടത്. ചമ്പയിലെ കാഴ്ചകൾ മാർക്കോയെ അത്ഭുതപ്പെടുത്തി. അവിടുത്തെ രാജാവിന് 100 കണക്കിന് ഭാര്യമാരും മക്കളുമുണ്ടായിരുന്നു. രാജാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരും ഉദ്യോഗസ്ഥരും സ്വയം ബലിയർപ്പിക്കുന്ന ഒരു വിചിത്രമായ ആചാരം അവിടെ ഉണ്ടായിരുന്നുവെന്ന് മാർക്കോ രേഖപ്പെടുത്തുന്നു. രാജാവിനോടൊപ്പം അടുത്ത ലോകത്തും സേവിക്കാനാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്നായിരുന്നു വിശ്വാസം. അവരുടെ യാത്രയിലെ ഏറ്റവും ദൈർഘ്യമേറിയതും അപകടം പിടിച്ചതുമായൊരു ഭാഗം സുമാത്രാ ദ്വീപിൽ, മാർക്കോ അതിനെ ജാവ മൈനർ എന്ന് വിളിക്കുന്നു, തങ്ങേണ്ടി വന്നതായിരുന്നു. അവർ അവിടെ എത്തിയപ്പോൾ കാലവർഷം കാരണം കടൽ യാത്രയ്ക്ക് അനുകൂലമായിരുന്നില്ല. കടൽ പ്രക്ഷുബ്ധമായിരുന്നു. മുന്നോട്ടു പോകുന്നത് ആത്മഹത്യയാണെന്ന് കപ്പിത്താന്മാർ ഉപദേശിച്ചു. അങ്ങനെ 5 മാസക്കാലം അവർ സുമാത്രയുടെ വടക്കൻ തീരത്ത് കുടുങ്ങിപ്പോയി. ഇതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. കാരണം അവർ തങ്ങിയ പ്രദേശം അത്ര സൗഹൃദപരമായിരുന്നില്ല. അവിടുത്തെ ഗോത്രവർഗക്കാർ നരഭോജികളാണെന്ന്, അഥവാ കാനിബൽസ് ആണെന്ന് വരെ അവർക്ക് കേട്ടറിവുണ്ടായിരുന്നു. അവർ ശത്രുക്കളെ പിടികൂടിയാൽ അവരെ കൊന്ന് രക്തം കുടിക്കുകയും ശരീരം മുഴുവൻ ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് മാർക്കോ ഭയത്തോടെ എഴുതി. തങ്ങളെയും രാജകുമാരിയെയും സംരക്ഷിക്കാൻ മാർക്കോയുടെ നേതൃത്വത്തിൽ നാവികർ കപ്പലിൽ നിന്ന് സാധനങ്ങളിറക്കി തീരത്ത് വലിയൊരു കോട്ട കെട്ടി. മരത്തടികൾ കൊണ്ട് ഭിത്തികൾ പണിത് അതിനു ചുറ്റും ആഴത്തിൽ കിടങ്ങുകൾ കുഴിച്ച് അവരൊരു താൽക്കാലിക സുരക്ഷാ വലയം തീർത്തു. ആ 5 മാസക്കാലം അവർ ആ കോട്ടയ്ക്കുള്ളിലാണ് ജീവിച്ചത്. പുറത്തിറങ്ങാൻ പോലും ഭയമായിരുന്നു. കയ്യിലുള്ള ഭക്ഷണം തീർന്നു തുടങ്ങിയപ്പോൾ അവർ പ്രാദേശികരുമായി കച്ചവടം നടത്തി. തങ്ങളുടെ കയ്യിലുള്ള ഇരുമ്പ് സാധനങ്ങൾക്ക് പകരമായി അവർ അരിയും മറ്റു ഭക്ഷണസാധനങ്ങളും വാങ്ങി. ഈ 5 മാസക്കാലം അവർക്ക് നരകതുല്യമായിരുന്നു. അപരിചിതമായ കാലാവസ്ഥ, രോഗങ്ങൾ, എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം എന്ന ഭയം. യാത്രക്കാരിൽ പലർക്കും അസുഖം ബാധിച്ചു. ചിലർ മരിച്ചു. രാജകുമാരിയുടെയും പോളോകളുടെയും മനോബലം പരീക്ഷിക്കുന്ന നാളുകളായിരുന്നു അത്. അത്ഭുതങ്ങളുടെ ദ്വീപുകൾ, ആൻഡമാനും സിലോമും. കാലാവസ്ഥ അനുകൂലമായപ്പോൾ അവർ വീണ്ടും യാത്ര തുടർന്നു. അവർ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങൾക്ക് അരികിലൂടെ കടന്നുപോയി. അവിടത്തെ ആളുകളെക്കുറിച്ച് മാർക്കോ കേട്ടത് ഭയാനകമായ കാര്യങ്ങളാണ്. അവർക്ക് നായ്ക്കളുടേതുപോലുള്ള തലകളാണുള്ളത്. അവർ വളരെ ക്രൂരരായ നരഭോജികളാണ് എന്നവനെഴുതി. തീർച്ചയായും ഇതൊരു കെട്ടുകഥയാണ്. ഒരുപക്ഷെ അവിടുത്തെ ഗോത്രവർഗക്കാരുടെ വ്യത്യസ്തമായ ശാരീരിക രൂപവും പുറം ലോകവുമായി ബന്ധമില്ലാത്ത ജീവിതരീതിയും കണ്ട നാവികർ മെനഞ്ഞെടുത്ത കഥയായിരിക്കാം ഇത്. അവിടെ നിന്ന് അവർ സിലോൺ, ശ്രീലങ്ക ലക്ഷ്യമാക്കി നീങ്ങി. മാർക്കോ സിലോണിനെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും മികച്ച ദ്വീപ് എന്നാണ്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മാണിക്യം, റൂബീസ്, സഫയർ, ടോപ്പാസ് എന്നിവയെല്ലാം ലഭിക്കുന്നത് എന്നവൻ പറയുന്നു. അവിടെയുള്ള ഒരു പർവ്വതത്തിനു മുകളിൽ ആദമിന്റെ ശവകുടീരം എന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന, ബുദ്ധന്റെ പാദസ്പർശമേറ്റ് ശ്രീപാദ എന്ന് ബുദ്ധമതക്കാരും വിശ്വസിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ അവിടേക്ക് വരുന്നത് മാർക്കോ കണ്ടു. ഇന്ത്യയുടെ തീരം, കോർമൊറാന്റ് മത്സ്യബന്ധനവും വിചിത്രമായ വിശ്വാസങ്ങളും. സിലോണും പിന്നിട്ട് കപ്പൽ വ്യൂഹം ഒടുവിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരമായ കോറോമാൻഡൽ തീരത്തെത്തി. ഇന്നത്തെ തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും ഭാഗങ്ങൾ. ഇവിടെ വെച്ചാണ് മാർക്കോ ഇന്ത്യയുടെ യഥാർത്ഥ മുഖം കണ്ടു തുടങ്ങിയത്.
തോമാശ്ലീഹായുടെ കബറിടം. ഇന്നത്തെ ചെന്നൈക്കടുത്തുള്ള മൈലാപ്പൂരിൽ യേശുവിന്റെ ശിഷ്യനായ തോമാശ്ലീഹായെ അടക്കം ചെയ്ത സ്ഥലമുണ്ടെന്ന് മാർക്കോ കേട്ടു. അതൊരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിരുന്നു. അവിടുത്തെ മണ്ണെടുത്താൽ പല രോഗങ്ങളും മാറുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. മാർക്കോ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആ സ്ഥലം സന്ദർശിക്കാൻ ആഗ്രഹിച്ചിരിക്കാം. വിചിത്രമായ വിശ്വാസങ്ങൾ. ഇവിടുത്തെ ആളുകളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അവനെ അത്ഭുതപ്പെടുത്തി. പശുവിനെ അവർ പുണ്യജീവിയായി കണ്ടു. ആരും അതിനെ കൊല്ലുകയോ അതിന്റെ മാംസം കഴിക്കുകയോ ചെയ്യില്ല. വീടുകൾ ചാണകം മെഴുകി വൃത്തിയാക്കുന്നത് അവൻ കൗതുകത്തോടെ നോക്കിനിന്നു. യോഗികളും സന്യാസിമാരും. വളരെ കുറച്ചു വസ്ത്രം മാത്രം ധരിച്ച് കഠിനമായ ജീവിതം നയിക്കുന്ന യോഗികളെയും സന്യാസിമാരെയും അവൻ കണ്ടു. അവർക്ക് 150 മുതൽ 200 വർഷം വരെ ആയുസ്സുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. കഠിനമായ യോഗാഭ്യാസങ്ങളിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലൂടെയുമാണ് ഇത് സാധിക്കുന്നത് എന്നായിരുന്നു വിശ്വാസം. ദേവദാസികൾ. ക്ഷേത്രങ്ങളോട് ചേർന്ന് ദൈവത്തിനുവേണ്ടി തങ്ങളെത്തന്നെ ഒഴിഞ്ഞുവെച്ച സ്ത്രീകളെ അവൻ കണ്ടു. അവർ ക്ഷേത്രങ്ങളിൽ പാട്ടും നൃത്തവുമായി കഴിഞ്ഞു. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമായ കന്യാകുമാരിയും ചുറ്റി ആ കപ്പൽ വ്യൂഹം പടിഞ്ഞാറൻ തീരത്തേക്ക്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ പറുദീസയായ മലബാർ തീരത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇനി വരാനിരിക്കുന്നത് മാർക്കോയുടെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ അധ്യായമാണ്. കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും നാടായ കേരളം. അവിടത്തെ തുറമുഖങ്ങൾ, കച്ചവടം, രാജന്മാർ, ജനങ്ങളുടെ ജീവിതരീതി. അടുത്ത ഭാഗത്തിൽ നമുക്ക് മാർക്കോ പോളോയുടെ കണ്ണുകളിലൂടെ 13ാം നൂറ്റാണ്ടിലെ കേരളത്തെ കാണാം. അതും വളരെ വിശദമായി. അക്കാലത്ത് യൂറോപ്പിലും അറേബ്യയിലും ചൈനയിലുമെല്ലാം സ്വർണത്തോളം വിലമതിച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ ഉറവിടമായിരുന്നു മലബാർ. മാർക്കോ പോളോ തന്റെ വിവരണങ്ങളിൽ ഈ പ്രദേശത്തെ മെലിബാർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അവന്റെ കപ്പൽ ഒരുപക്ഷേ കോഴിക്കോടോ അല്ലെങ്കിൽ കൊല്ലത്തോ ആയിരിക്കാം നങ്കൂരമിട്ടത്. കാരണം അക്കാലത്ത് മലബാർ തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങൾ ഇവയായിരുന്നു. കപ്പലിൽ നിന്നിറങ്ങിയ മാർക്കോയുടെ കണ്ണുകൾ ഒരു പുതിയ ലോകമാണ് കണ്ടത്. ചൈനയിലെ ചിട്ടപ്പെടുത്തിയ വലിയ നഗരങ്ങളിൽ നിന്നും പേർഷ്യയിലെ വരണ്ട ഭൂപ്രദേശങ്ങളിൽ നിന്നും എത്രയോ വ്യത്യസ്തം. എവിടെ നോക്കിയാലും തിങ്ങി നിറഞ്ഞ പച്ചപ്പ്, വലിയ മരങ്ങൾ, തെങ്ങുകൾ, ഇടതൂർന്നു വളരുന്ന കുരുമുളക് വള്ളികൾ. ഇവിടുത്തെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ അവനൊരു പുതിയ അനുഭവമായിരുന്നു. മാർക്കോ ആദ്യം ശ്രദ്ധിച്ചത് ഈ നാടിന്റെ സമ്പത്തിന്റെ ഉറവിടമായ കുരുമുളകിനെയാണ്. അവൻ അത്ഭുതത്തോടെ എഴുതി, ഇവിടെയാണ് ലോകത്തിനു മുഴുവൻ ആവശ്യമുള്ള കുരുമുളക് ഉണ്ടാകുന്നത്. ഇത് വെറുമൊരു തോട്ടത്തിലല്ല വളരുന്നത്, മറിച്ച് ഇവിടുത്തെ ഓരോ കാടുകളിലും ഓരോ വീട്ടുവളപ്പിലും ഇത് സമൃദ്ധമായി വളരുന്നു. ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്നത്രയൊന്നും കുരുമുളക് ലോകത്ത് മറ്റൊരിടത്തും കിട്ടില്ല. അവൻ അതിന്റെ കൃഷിരീതിയെക്കുറിച്ച് പഠിച്ചു. വള്ളിച്ചെടിയായി മരങ്ങളിൽ പടർന്നു കയറുന്ന കുരുമുളക് പച്ചനിറത്തിലുള്ള കായ്കൾ പഴുക്കുമ്പോൾ പറിച്ചെടുത്ത വെയിലത്തുണക്കി കറുത്ത നിറമാക്കുന്ന രീതിയെല്ലാം അവൻ വിശദമായി നിരീക്ഷിച്ചു. ചൈനയിൽ നിന്നും കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നും നൂറുകണക്കിന് കപ്പലുകളാണ് ഓരോ വർഷവും ഈ കുരുമുളക് വാങ്ങാനായി മാത്രം ഇവിടെ വരുന്നത് എന്നവൻ തിരിച്ചറിഞ്ഞു. ഈ ചെറിയ കറുത്ത മണികൾക്കു വേണ്ടിയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ പോലും നടക്കുന്നതെന്ന് അവനറിയാമായിരുന്നു. കുരുമുളകിനു പുറമെ ഇഞ്ചി, ഏലം, കറുവപ്പട്ട, മറ്റു പലതരം സുഗന്ധദ്രവ്യങ്ങളുടെയും കേന്ദ്രമായിരുന്നു മലബാർ. ഇവിടുത്തെ ഇഞ്ചി ലോകത്തിലെ ഏറ്റവും മികച്ചതാണ് എന്ന് അവൻ സാക്ഷ്യപ്പെടുത്തുന്നു. മലബാറിലെ തുറമുഖം ഒരു അന്താരാഷ്ട്ര സംഗമ കേന്ദ്രം പോലെയായിരുന്നു. ചൈനയിൽ നിന്നുള്ള വലിയ കപ്പലുകൾ, അറേബ്യൻ ഉപദ്വീപിൽ നിന്നും പേർഷ്യയിൽ നിന്നുമുള്ള പായ്ക്കപ്പലുകൾ എല്ലാം ഒരുമിച്ച് നങ്കൂരമിട്ടിരിക്കുന്നത് അവൻ കണ്ടു. പല ഭാഷകൾ സംസാരിക്കുന്ന, പല നിറങ്ങളിലും വേഷങ്ങളിലുമുള്ള കച്ചവടക്കാർ. ചൈനക്കാർ പട്ടും പോർസലിൻ പാത്രങ്ങളും ചെമ്പും കൊണ്ടുവരുന്നു. അറബികൾ കുതിരകളെയും ഈന്തപ്പഴവും തുണിത്തരങ്ങളും കൊണ്ടുവരുന്നു. തിരികെ പോകുമ്പോൾ അവരുടെ കപ്പലുകൾ നിറയെ കുരുമുളകും മറ്റു സുഗന്ധദ്രവ്യങ്ങളുമായിരിക്കും. ഈ കച്ചവടത്തിന് കൃത്യമായ നിയമങ്ങളുണ്ടായിരുന്നു. തുറമുഖത്ത് കപ്പലടുപ്പിക്കുന്നതിന് നിശ്ചിത ചുങ്കം അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി രാജാവിന് നൽകണം. തൂക്കത്തിലും അളവിലും യാതൊരുവിധ കള്ളത്തരങ്ങളും അനുവദിച്ചിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ കടുത്ത ശിക്ഷ ലഭിക്കുമായിരുന്നു. ഈ സത്യസന്ധമായ വ്യാപാരരീതി മാർക്കോയെ ആകർഷിച്ചു. മാർക്കോ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതരീതിയെ കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. ഇവിടുത്തെ പുരുഷന്മാരും സ്ത്രീകളും രാജാവു മുതൽ സാധാരണക്കാരൻ വരെ അരയ്ക്കു മുകളിൽ ഒന്നും ധരിക്കുന്നില്ല. അവർക്ക് തണുപ്പ് എന്താണെന്നറിയില്ല. അരയിൽ ഒരു കഷ്ണം തുണി മാത്രം ചുറ്റിയിരിക്കും എന്ന് അവനെഴുതി. ഇത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വസ്ത്രധാരണ രീതിയാണെന്ന് അവന് മനസ്സിലായി. ഇവിടുത്തെ ആളുകളുടെ ശുചിത്വബോധം അവനെ അത്ഭുതപ്പെടുത്തി. അവർ ദിവസത്തിൽ 2 തവണയെങ്കിലും കുളിക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനു മുൻപും പിൻപും കൈകൾ വൃത്തിയായി കഴുകും. ഇടതുകൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ മറ്റൊരാളെ സ്പർശിക്കുകയോ ചെയ്താൽ അത് വലിയൊരു അപമാനമായി അവർ കണക്കാക്കുന്നു. പ്രധാനമായും അരിയായിരുന്നു അവരുടെ ഭക്ഷണം. വലതുകൈ ഉപയോഗിച്ച് നിലത്തിരുന്ന് വാഴയിലയിലാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത്. അവർ വെള്ളം കുടിക്കുന്ന രീതിയും മാർക്കോയ്ക്ക് പുതിയതായിരുന്നു.
പാത്രം ചുണ്ടിൽ മുട്ടിക്കാതെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് വായിലേക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. ചോളമണ്ഡല തീരത്ത് കണ്ടതുപോലെ ഇവിടെയും ആളുകൾ പശുവിനെ പുണ്യജീവിയായി ആരാധിച്ചിരുന്നു. അവർക്ക് ഒരുപാട് വിഗ്രഹങ്ങൾ, ഐഡൽസ് ഉണ്ടായിരുന്നു. ചിലതിന് മനുഷ്യന്റെ രൂപം, ചിലതിന് മൃഗങ്ങളുടെ രൂപം. ഈ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ അവർ ദിവസവും പ്രാർത്ഥിക്കുകയും നേർച്ചകൾ അർപ്പിക്കുകയും ചെയ്തു. മലബാർ തീരം സമ്പന്നമായിരുന്നതുകൊണ്ടുതന്നെ അത് കടൽക്കൊള്ളക്കാരുടെ ഒരു പ്രധാന താവളം കൂടിയായിരുന്നു. മാർക്കോയുടെ കാലത്ത് ഈ തീരങ്ങളിൽ നിന്ന് ഏകദേശം 100-ലധികം കൊള്ളക്കാരുടെ കപ്പലുകൾ പ്രവർത്തിച്ചിരുന്നുവെന്ന് അവൻ പറയുന്നു. വേനൽക്കാലത്ത് കടൽ ശാന്തമായിരിക്കുമ്പോൾ ഈ കൊള്ളക്കാർ അവരുടെ കപ്പലുകളുമായി കൂട്ടത്തോടെ പുറപ്പെടും. അവർ തീരത്തുനിന്ന് 5-6 മൈൽ അകലത്തിൽ ഏകദേശം 20-30 കപ്പലുകൾ വീതമുള്ള സംഘങ്ങളായി നിലയുറപ്പിക്കും. അതുവഴി പോകുന്ന കച്ചവട കപ്പലുകളെ അവർ വളഞ്ഞാക്രമിക്കും. കപ്പലിന്റെ ചരക്കുകൾ മാത്രമല്ല, ആളുകളെയും അവർ പിടിച്ചുകൊണ്ടുപോകും. ഈ കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ കച്ചവടക്കപ്പലുകൾ വലിയ കൂട്ടങ്ങളായി ആയുധധാരികളായ അംഗരക്ഷകരുമായാണ് സഞ്ചരിച്ചിരുന്നത്. സുഗന്ധദ്രവ്യങ്ങൾക്ക് പുറമെ മലബാർ മറ്റു 2 കാര്യങ്ങൾക്ക് കൂടി പ്രശസ്തമായിരുന്നു. ഒന്ന്, കയർ. ചകിരി ഉപയോഗിച്ചുണ്ടാക്കുന്ന അതിശക്തമായ കയർ. കപ്പലുകൾ കെട്ടിയിടാനും പായ്മരങ്ങൾ ഉറപ്പിക്കാനും ഇത് ലോകമെമ്പാടും ഉപയോഗിച്ചിരുന്നു. രണ്ടാമത്തേത്, കോട്ടൺ തുണി. ലോകത്തിലെ ഏറ്റവും നേർത്തതും മനോഹരവുമായ കോട്ടൺ തുണിത്തരങ്ങൾ ഇവിടെയാണുണ്ടാക്കുന്നത് എന്ന് മാർക്കോ അത്ഭുതത്തോടെ കുറിച്ചു. മാർക്കോയുടെ മലബാർ വിവരണം ഒരു വിദേശിയുടെ കണ്ണിലെ കൗതുകമെന്നതിലുപരി ഒരു കച്ചവടക്കാരന്റെ നിരീക്ഷണപാടവം കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണീ നാടിന്റെ സമ്പത്ത്? എന്താണിവിടുത്തെ കച്ചവട സാധ്യതകൾ? എന്തെല്ലാമാണിവിടുത്തെ അപകടങ്ങൾ? എല്ലാം അവൻ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. മലബാറിലെ തുറമുഖത്ത് കുറച്ചുകാലം തങ്ങി, കപ്പലുകൾക്കാവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി, വേണ്ട സാധനങ്ങൾ സംഭരിച്ച് അവർ തങ്ങളുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. അവരുടെ അടുത്ത ലക്ഷ്യം പേർഷ്യൻ ഗൾഫിന്റെ കവാടമായ ഹോർമൂസ് ആയിരുന്നു. മലബാർ തീരത്തെ സുഗന്ധം നിറഞ്ഞ തുറമുഖങ്ങളിൽ നിന്ന് പോളോകളും അവശേഷിച്ച യാത്രികളും വീണ്ടും തങ്ങളുടെ കപ്പലുകളിലേറി. അവരുടെ മനസ്സിലിപ്പോൾ ഒരൊറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ: പേർഷ്യയിലെ ഹോർമൂസ് തുറമുഖം. 2 വർഷമായി അവർ കടലിലാണ്. ഒരുപാട് സഹയാത്രികരെ അവർക്ക് നഷ്ടപ്പെട്ടു. രാജകുമാരി കോക്കാച്ചിന്റെ മുഖത്ത് തന്റെ ഭാവി ഭർത്താവിനെ കാണാൻ പോകുന്നതിന്റെ പ്രതീക്ഷയേക്കാൾ ഈ ഭയാനകമായ യാത്ര എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതിയെന്ന ആശ്വാസമായിരുന്നു നിഴലിച്ചിരുന്നത്. അവർ അറബിക്കടലിലൂടെ വടക്കുപടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി. ഈ കടൽപാത മലബാറിലെ കടൽക്കൊള്ളക്കാർ നിറഞ്ഞ വഴികളേക്കാൾ താരതമ്യേന സുരക്ഷിതമായിരുന്നു. കാരണം ഇത് അറേബ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നുമുള്ള കച്ചവടക്കാർ നിരന്തരം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയായിരുന്നു. വഴിയിൽ അവർ ഗുജറാത്തിലെ തുറമുഖങ്ങൾ ദൂരെ നിന്ന് കണ്ടിരിക്കാം. അക്കാലത്ത് ഗുജറാത്ത്, പ്രത്യേകിച്ച് ക്യാമ്പേ തുറമുഖം, തുണിത്തരങ്ങളുടെയും തുകലുൽപ്പന്നങ്ങളുടെയും വലിയൊരു വ്യാപാര കേന്ദ്രമായിരുന്നു. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഒടുവിലവർ ആ കാഴ്ച കണ്ടു: പേർഷ്യൻ ഗൾഫിന്റെ കവാടം. വരണ്ടുണങ്ങിയ, ചുവപ്പുകലർന്ന തവിട്ടുനിറത്തിലുള്ള മലനിരകൾക്കിടയിൽ നീലക്കടലിന്റെ തീരത്ത് ഒരു നഗരം, ഹൊർമൂസ്. അവർ ഹൊർമൂസിൽ കപ്പലിറങ്ങിയപ്പോൾ, കരയിൽ കാലുകുത്തിയപ്പോൾ ആ യാത്രക്കാർക്ക് എന്താശ്വാസമായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? 2 വർഷം മുമ്പ് ചൈനയിൽ നിന്ന് പുറപ്പെട്ട 14 കപ്പലുകളിൽ വിരലിലെണ്ണാവുന്ന കപ്പലുകൾ മാത്രമേ ഇപ്പോൾ അവശേഷിച്ചിരുന്നുള്ളൂ. 600-ൽ പരം യാത്രികരിൽ ഇപ്പോൾ ബാക്കിയുള്ളത് വെറും 18 പേർ. ആ യാത്രയുടെ ഭീകരത മുഴുവൻ ആ കണക്കുകളിലുണ്ടായിരുന്നു. ഹൊർമൂസിൽ അവർക്ക് രാജകീയമായ സ്വീകരണമാണ് ലഭിച്ചത്. എന്നാൽ അവരെ കാത്തിരുന്നത് ഒരു ദുഃഖവാർത്തയായിരുന്നു. അവർ ആർക്കുവേണ്ടിയാണോ ഇത്രയും ത്യാഗം സഹിച്ച് ഈ യാത്ര നടത്തിയത്, ആ പേർഷ്യൻ ഭരണാധികാരി അർഖുൻ ഖാൻ അവർ എത്തുന്നതിന് കുറച്ചുകാലം മുൻപ് മരണപ്പെട്ടിരുന്നു. ഇതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. രാജകുമാരി കോക്കാച്ചിന്റെ ഭാവി എന്താകും? അവളെ ഇനി ആരു വിവാഹം കഴിക്കും? പേർഷ്യയിലപ്പോൾ ആഭ്യന്തര കലാപം നടക്കുകയായിരുന്നു. അർഖുൻ ഖാന്റെ സഹോദരൻ അധികാരം പിടിച്ചെടുത്തിരുന്നു. ഈ സമയത്ത് പോളോകളുടെ നയതന്ത്രപരമായ ഇടപെടൽ നിർണായകമായി. അവർ അർഖുൻ ഖാന്റെ മകനായ ഖസാനുമായി ബന്ധപ്പെട്ടു. ഖസാൻ അപ്പോൾ രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്ത് ഒരു യുദ്ധത്തിലായിരുന്നു. പോളോകൾ രാജകുമാരിയെ സംരക്ഷിച്ചുകൊണ്ട് അർഖുൻ ഖാന്റെ പഴയ മന്ത്രിമാരുടെ സഹായത്തോടെ കാര്യങ്ങൾ നിയന്ത്രിച്ചു. കുറച്ചു മാസങ്ങൾക്കു ശേഷം ഖസാൻ ഖാൻ തന്റെ പിതാവിന്റെ സിംഹാസനം തിരിച്ചുപിടിച്ചു. പുതിയ ഖാനായി സ്ഥാനമേറ്റ അദ്ദേഹം തന്റെ പിതാവിനു വേണ്ടി കൊണ്ടുവന്ന രാജകുമാരി കോക്കാച്ചിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ യാത്രയുടെ പ്രധാന ലക്ഷ്യം സഫലമായി.
സുന്ദരിയായ ആ രാജകുമാരി പേർഷ്യയുടെ പുതിയ രാജ്ഞിയായി. പോകുന്നതിനു മുൻപ് രാജ്ഞി കോക്കാച്ചിൻ കണ്ണീരോടെയാണ് പോളോകൾക്ക് യാത്രയയപ്പ് നൽകിയത്. ആ ദുരിതപൂർണമായ യാത്രയിൽ ഈ 3 വെനീഷ്യക്കാർ അവൾക്ക് ഒരു പിതാവിനെയും സഹോദരന്മാരെയും പോലെയായിരുന്നു. അവർക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകി അവൾ അവരെ യാത്രയാക്കി. ഇപ്പോൾ പോളോകളുടെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. അവർക്ക് ഇനി വെനീസിലേക്ക് മടങ്ങാം. ഹോർമുസിൽ നിന്ന് അവർ കരമാർഗമാണ് യാത്ര തിരിച്ചത്. പേർഷ്യയിലൂടെ ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ ട്രാപ്സൺ എന്ന കരിങ്കടൽ തീരത്തെ തുറമുഖം ലക്ഷ്യമാക്കി അവർ നീങ്ങി. ഈ യാത്ര പഴയതുപോലെ അത്ര കഠിനമായിരുന്നില്ല. കാരണം അവരിപ്പോൾ വെറും സാധാരണ കച്ചവടക്കാരല്ല. പേർഷ്യയിലെ പുതിയ ഖാന്റെ സംരക്ഷണവും അവർക്കുണ്ടായിരുന്നു. അവരുടെ കൂടെ വർഷങ്ങളായി തങ്ങൾ സമ്പാദിച്ചുകൂട്ടിയ വലിയൊരു നിധിയുമുണ്ടായിരുന്നു. അവർ അത് രഹസ്യമായി തങ്ങളുടെ വസ്ത്രങ്ങളുടെ ഉൾപ്പാളികളിൽ തുന്നിച്ചേർത്താണ് കൊണ്ടുപോയിരുന്നത്. വിലയേറിയ രത്നങ്ങളായ മാണിക്യം, മരതകം, വജ്രം, നീലക്കല്ല്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര സമ്പത്ത്. ട്രാപ്സണിൽ നിന്ന് അവർ കപ്പൽ കയറി കോൺസ്റ്റാന്റിനോപ്പിൾ വഴി ഒടുവിൽ അവർ ആ കാഴ്ച കണ്ടു. നീണ്ട 24 വർഷങ്ങൾക്ക് ശേഷം അവർ തങ്ങളുടെ പ്രിയപ്പെട്ട നഗരമായ വെനീസിന്റെ തീരം കണ്ടു. വർഷം 1295. ഒരു തലമുറയുടെ ദൈർഘ്യമുള്ള ഒരു യാത്ര അവസാനിക്കുകയാണ്. അവർ വെനീസിലെ കനാലുകളിലൂടെ തങ്ങളുടെ പഴയ തറവാട്ടു വീടിന്റെ മുന്നിൽ വന്നിറങ്ങി. കനാലുകളിലൂടെ ഗൊണ്ടോളകൾ ഒഴുകി നീങ്ങുന്നു. ചന്തകളിൽ ആളുകളുടെ ബഹളം, പള്ളികളിൽ മണിനാദം. ഈ തിരക്കുകൾക്കിടയിലേക്കാണ് കാലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ 3 മനുഷ്യർ ഒരു ബോട്ടിറങ്ങി വരുന്നത്. നിക്കോളോ, മഫിയോ, മാർക്കോ പോളോ. അവരുടെ രൂപം കണ്ട് ആളുകൾ സംശയത്തോടെ നോക്കി. കീറിപ്പറിഞ്ഞ നിറം മങ്ങിയ വിചിത്രമായ വസ്ത്രങ്ങൾ. ഒരുപക്ഷെ മംഗോളിയൻ ശൈലിയിലുള്ള വസ്ത്രങ്ങളായിരിക്കാം അവർ ധരിച്ചിരുന്നത്. 24 വർഷത്തെ യാത്രയുടെ പൊടിയും വെയിലും കാറ്റുമേട്ട് അവരുടെ തൊലി കരിവാളിച്ചിരുന്നു. മുഖത്ത് ചുളിവുകൾ വീണിരുന്നു. അവർ സംസാരിച്ച ഇറ്റാലിയൻ ഭാഷയ്ക്കുപോലും ഒരു വിചിത്രമായ ഉച്ചാരണമുണ്ടായിരുന്നു. ഒരുപാട് കാലം പേർഷ്യൻ, മംഗോളിയൻ, തുർക്കിക് ഭാഷകൾ സംസാരിച്ചതിന്റെ ഫലമായിരിക്കാം അത്. അവർ നേരെ നടന്നത് തങ്ങളുടെ പഴയ തറവാട്ടു വീട്ടിലേക്കാണ്, കാസാ പോളോയിലേക്ക്. 4 നൂറ്റാണ്ട് മുൻപ് അവർ ഉപേക്ഷിച്ചുപോയ വീട്. അവർ വാതിലിൽ മുട്ടി. വാതിൽ തുറന്നത് അവരുടെ തന്നെ അടുത്ത ബന്ധുക്കളായിരുന്നു. പോളോ സഹോദരന്മാർ പോകുമ്പോൾ ചെറുപ്പമായിരുന്ന, ഇപ്പോൾ മുതിർന്ന അനന്തരവന്മാർ. ഞങ്ങളാണ് നിക്കോളോയും മഫിയോയും മാർക്കോയും. ഞങ്ങൾ തിരിച്ചുവന്നു എന്നവർ പറഞ്ഞു. വാതിൽ തുറന്ന ബന്ധുക്കൾ അവരെ അടിമുടി നോക്കി. ഈ വൃത്തിഹീനമായ വേഷം ധരിച്ച അപരിചിതമായ ഭാഷാശൈലിയുള്ള 3 പേരെ അവർക്ക് ഒട്ടും വിശ്വാസം വന്നില്ല. പോളോകളോ, അവരെന്നോ മരിച്ചുപോയി എന്നായിരുന്നു അവരുടെ മറുപടി. എവിടെ നിന്നും വന്ന കള്ളന്മാരാണ് നിങ്ങൾ? പണം തട്ടാനുള്ള അടവ്. ഇറങ്ങിപ്പോകൂ എഹന്തകെ. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ 3 പേരുടെയും അവസ്ഥ. 24 വർഷം ലോകത്തിന്റെ അങ്ങേയറ്റത്ത് ജീവൻ പണയം വെച്ച് യാത്ര ചെയ്ത് ഒടുവിൽ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സ്വന്തം രക്തത്തിൽ പിറന്നവർ തന്നെ അവരെ ആട്ടിപ്പുറത്താക്കുന്നു. അവർ ഒരുപാട് പറഞ്ഞു നോക്കി തങ്ങൾ തന്നെയാണ് യഥാർത്ഥ പോളോകളെന്ന്. പക്ഷെ ആരും വിശ്വസിച്ചില്ല. വെനീസ് മുഴുവൻ ഈ വാർത്ത പരന്നു. പോളോകൾ എന്നവകാശപ്പെട്ട് 3 തട്ടിപ്പുകാർ വന്നിരിക്കുന്നു എന്ന്. ദിവസങ്ങൾ കടന്നുപോയി. അവർക്ക് നഗരത്തിലൊരു വിലയുമില്ലാതായി. ആളുകൾ അവരെ കളിയാക്കി സംശയത്തോടെ നോക്കി. അങ്ങനെയിരിക്കെ തങ്ങൾ ആരാണെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താൻ അവർ ഒരു വഴി കണ്ടു. ഒരു ഗംഭീരമായ വിരുന്നൊരുക്കുക. അവർ വെനീസിലെ ഏറ്റവും പ്രമുഖരായ കച്ചവടക്കാരെയും പ്രഭുക്കന്മാരെയും തങ്ങളുടെ ബന്ധുക്കളെയുമെല്ലാം ആ വിരുന്നിന് ക്ഷണിച്ചു. നിശ്ചയിച്ച ദിവസം അതിഥികളെല്ലാം കാസാ പോളോയിലെത്തി. അവർ കണ്ടത് ആ കീറിയ വസ്ത്രക്കാർ അതിമനോഹരമായ വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് ഒരു രാജാവിനെപ്പോലെ നിൽക്കുന്നതാണ്. വർഷം 1295. വെനീസിലെ ഒരു സാധാരണ ദിവസം. കനാലുകളിലൂടെ ഗൊണ്ടോളകൾ ഒഴുകി നീങ്ങുന്നു. ചന്തകളിൽ ആളുകളുടെ ബഹളം, പള്ളികളിൽ മണിനാദം. ഈ തിരക്കുകൾക്കിടയിലേക്കാണ് കാലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ 3 മനുഷ്യർ ഒരു ബോട്ടിറങ്ങി വരുന്നത്. നിക്കോളോ, മഫിയോ, മാർക്കോ പോളോ. അവരുടെ രൂപം കണ്ട് ആളുകൾ സംശയത്തോടെ നോക്കി. കീറിപ്പറിഞ്ഞ നിറം മങ്ങിയ വിചിത്രമായ വസ്ത്രങ്ങൾ. ഒരുപക്ഷെ മംഗോളിയൻ ശൈലിയിലുള്ള വസ്ത്രങ്ങളായിരിക്കാം അവർ ധരിച്ചിരുന്നത്. 24 വർഷത്തെ യാത്രയുടെ പൊടിയും വെയിലും കാറ്റുണേറ്റ് അവരുടെ തൊലി കരിവാളിച്ചിരുന്നു. മുഖത്ത് ചുളിവുകൾ വീണിരുന്നു. അവർ സംസാരിച്ച ഇറ്റാലിയൻ ഭാഷയ്ക്കുപോലും ഒരു വിചിത്രമായ ഉച്ചാരണമുണ്ടായിരുന്നു. ഒരുപാട് കാലം പേർഷ്യൻ, മംഗോളിയൻ, തുർക്കിക് ഭാഷകൾ സംസാരിച്ചതിന്റെ ഫലമായിരിക്കാം അത്.
അവർ നേരെ നടന്നത് തങ്ങളുടെ പഴയ തറവാട്ടുവീട്ടിലേക്കാണ്, കാസാ പോളോയിലേക്ക്. 4 നൂറ്റാണ്ട് മുൻപ് അവർ ഉപേക്ഷിച്ചുപോയ വീട്. അവർ വാതിലിൽ മുട്ടി. വാതിൽ തുറന്നത് അവരുടെ തന്നെ അടുത്ത ബന്ധുക്കളായിരുന്നു. പോളോ സഹോദരന്മാർ പോകുമ്പോൾ ചെറുപ്പമായിരുന്ന ഇപ്പോൾ മുതിർന്ന അനന്തരവന്മാർ. ഞങ്ങളാണ്, നിക്കോളോയും മഫിയോയും മാർക്കോയും. ഞങ്ങൾ തിരിച്ചുവന്നു, അവർ പറഞ്ഞു. വാതിൽ തുറന്ന ബന്ധുക്കൾ അവരെ അടിമുടി നോക്കി. ഈ വൃത്തിഹീനമായ വേഷം ധരിച്ച അപരിചിതമായ ഭാഷാശൈലിയുള്ള 3 പേരെ അവർക്ക് ഒട്ടും വിശ്വാസം വന്നില്ല. പോളോകളോ? അവരെന്നോ മരിച്ചുപോയി എന്നായിരുന്നു അവരുടെ മറുപടി. എവിടെ നിന്നോ വന്ന കള്ളന്മാരാണ് നിങ്ങൾ. പണം തട്ടാനുള്ള അടവ്. ഇറങ്ങിപ്പോകൂ, എഖന്ധെക്കെ. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ 3 പേരുടെയും അവസ്ഥ. 24 വർഷം ലോകത്തിന്റെ അങ്ങേയറ്റത്ത് ജീവൻ പണയം വെച്ച് യാത്ര ചെയ്ത് ഒടുവിൽ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സ്വന്തം രക്തത്തിൽ പിറന്നവർ തന്നെ അവരെ ആട്ടിപ്പുറത്താകുന്നു. അവർ ഒരുപാട് പറഞ്ഞു നോക്കി, തങ്ങൾ തന്നെയാണ് യഥാർത്ഥ പോളോകളെന്ന്. പക്ഷെ ആരും വിശ്വസിച്ചില്ല. വെനീസ് മുഴുവൻ ഈ വാർത്ത പരന്നു, പോളോകളെന്ന് അവകാശപ്പെട്ട് 3 തട്ടിപ്പുകാർ വന്നിരിക്കുന്നുവെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. അവർക്ക് നഗരത്തിൽ ഒരു വിലയുമില്ലാതായി. ആളുകൾ അവരെ കളിയാക്കി, സംശയത്തോടെ നോക്കി. അങ്ങനെയിരിക്കെ തങ്ങൾ ആരാണെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താൻ അവരൊരു വഴി കണ്ടുപിടിച്ചു: ഒരു ഗംഭീരമായ വിരുന്നൊരുക്കുക. അവർ വെനീസിലെ ഏറ്റവും പ്രമുഖരായ കച്ചവടക്കാരെയും പ്രഭുക്കന്മാരെയും തങ്ങളുടെ ബന്ധുക്കളെയുമെല്ലാം ആ വിരുന്നിന് ക്ഷണിച്ചു. നിശ്ചയിച്ച ദിവസം അതിഥികളെല്ലാം കാസാ പോളോയിലെത്തി. അവർ കണ്ടത് ആ 3 കീറിയ വസ്ത്രക്കാർ അതിമനോഹരമായ വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് ഒരു രാജാവിനെപ്പോലെ നിൽക്കുന്നതാണ്. വിരുന്നു തുടങ്ങി. ആദ്യത്തെ കോഴ്സ് ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞപ്പോൾ പോളോകൾ 3 പേരും എഴുന്നേറ്റ് തങ്ങളുടെ മുറിയിലേക്ക് പോയി. തിരികെ വന്നപ്പോൾ അവർ ധരിച്ചിരുന്നത് അതിനേക്കാൾ വില കൂടിയ മറ്റൊരു സെറ്റ് വസ്ത്രങ്ങളായിരുന്നു. ആദ്യം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അവർ അവിടെയുണ്ടായിരുന്ന ഭൃത്യന്മാർക്ക് ദാനമായി നൽകി. രണ്ടാമത്തെ കോഴ്സ് കഴിഞ്ഞപ്പോഴും ഇതുതന്നെ ആവർത്തിച്ചു. അവർ വീണ്ടും മുറിയിൽ പോയി അതിലും മികച്ച വസ്ത്രങ്ങൾ ധരിച്ചുവന്നു. പഴയ വസ്ത്രങ്ങൾ അതിഥികൾക്ക് സമ്മാനമായി നൽകി. വിരുന്നിലുടനീളം ഇത് തുടർന്നു. ഓരോ തവണയും അവർ കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. അതിഥികൾ അത്ഭുതത്തോടെയും അവിശ്വസനീയതയോടെയും ഇതെല്ലാം നോക്കിക്കണ്ടു. ഒടുവിൽ വിരുന്ന് അവസാനിക്കാറായപ്പോൾ ഏറ്റവും നാടകീയമായ ആ രംഗം അരങ്ങേറി. മാർക്കോ പോളോ എഴുന്നേറ്റു. എന്നിട്ട് അവർ യാത്ര കഴിഞ്ഞ് ആദ്യമായി വീട്ടിൽ വന്ന് ധരിച്ചിരുന്ന ആ കീറിപ്പറിഞ്ഞ വൃത്തികെട്ട വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ ഭൃത്യന്മാരോട് ആവശ്യപ്പെട്ടു. ആ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ അതിഥികൾ മുഖം ചുളിച്ചു. മാർക്കോ ഒരു ചെറിയ കത്തിയെടുത്ത് ആ കീറിയ വസ്ത്രങ്ങളുടെ ഉൾഭാഗത്തുള്ള തുന്നലുകൾ ഓരോന്നായി പൊട്ടിക്കാൻ തുടങ്ങി. അവിടെ കൂടിയിരുന്നവരുടെ എല്ലാം ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. ആ കീറിയ വസ്ത്രങ്ങൾക്കുള്ളിൽ നിന്ന് അവർ രഹസ്യമായി തുന്നിച്ചേർത്തു വെച്ചിരുന്ന നിധി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. മാണിക്യം, റൂബീസ്, മരതകം, എമറാൾഡ്, വജ്രം, ഡയമണ്ട്സ്, നീലക്കല്ല്, സഫയേഴ്സ്, മുത്തുകൾ, പേൾസ്, പല നിറത്തിലും വലുപ്പത്തിലുമുള്ള രത്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ മേശപ്പുറത്ത് രൂപപ്പെട്ടു. സൂര്യരശ്മി തട്ടി ആ രത്നങ്ങൾ പല വർണ്ണങ്ങളിൽ വെട്ടിത്തിളങ്ങി. അവിടെയുണ്ടായിരുന്നവരുടെ എല്ലാം കണ്ണഞ്ചിപ്പോയി. ജീവിതത്തിൽ ഇന്നുവരെ അവർ അത്രയും വലിയ ഒരു നിധിശേഖരം ഒരുമിച്ച് കണ്ടിരുന്നില്ല. ആ നിമിഷം എല്ലാ സംശയങ്ങളും അവസാനിച്ചു. ഇവർ തന്നെയാണ് യഥാർത്ഥ പോളോകൾ. കുബ്ലൈ ഖാന്റെ കൊട്ടാരത്തിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സമ്പത്തുമായി തിരിച്ചെത്തിയ പോളോകൾ. ആ വാർത്ത വെനീസ് മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു. അവരെ ആട്ടിപ്പുറത്താക്കിയ ബന്ധുക്കൾ ഓടിവന്നു മാപ്പു ചോദിച്ചു. നഗരത്തിലെ പ്രഭുക്കന്മാർ അവരെ ബഹുമാനത്തോടെ ക്ഷണിച്ചു. അവരുടെ കഥ കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടി. മാർക്കോ പോളോ കഥായിലെ അത്ഭുതങ്ങളെക്കുറിച്ചും കുബ്ലൈ ഖാനെക്കുറിച്ചും കടലാസ് പണത്തെക്കുറിച്ചും കത്തുന്ന കല്ലുകളെക്കുറിച്ചുമെല്ലാം വാതോരാതെ സംസാരിച്ചു. അവന്റെ കഥകളിലെപ്പോഴും ലക്ഷക്കണക്കിന് എന്ന വാക്ക് കടന്നുവരുമായിരുന്നു. കുബ്ലൈ ഖാന് ലക്ഷക്കണക്കിന് പടയാളികളുണ്ട്, അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് വരുമാനമുണ്ട് എന്നിങ്ങനെ. ഇത് കേട്ട് വെനീസിലെ ആളുകൾ അവനൊരു ഇരട്ടപ്പേരിട്ടു, ഇൽ മില്ലിയോണെ എന്ന്. അവന്റെ പുസ്തകവും പിൽക്കാലത്ത് ഈ പേരിലാണ് അറിയപ്പെട്ടത്. അങ്ങനെ സ്വന്തം നാട്ടിൽ അപരിചിതരായി വന്നിറങ്ങിയ അവർ ഒറ്റ രാത്രി കൊണ്ട് വെനീസിലെ ഏറ്റവും വലിയ ഹീറോകളായി മാറി. വെനീസിൽ തിരിച്ചെത്തിയ ശേഷം പോളോ കുടുംബം വീണ്ടും തങ്ങളുടെ പഴയ കച്ചവട ജീവിതത്തിലേക്ക് മടങ്ങി.
മാർക്കോ പോളോ ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ഒരു അനുഭവസമ്പന്നനായ വ്യാപാരിയാണ്. അവൻ ഡൊണാറ്റ ബാഡോർ എന്നൊരു പ്രഭുകുമാരിയെ വിവാഹം കഴിച്ചു. അവർക്ക് 3 പെൺമക്കളുണ്ടായി: ഫാന്റിന, ബെല്ലേല, മൊറേറ്റ. അവൻ വെനീസിലെ ഒരു ബഹുമാന്യനായ പൗരനായി താൻ കണ്ട ലോകത്തിന്റെ അത്ഭുതകഥകൾ പറഞ്ഞ് സമാധാനപരമായ ഒരു ജീവിതം നയിക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ വെനീസിന്റെ ചരിത്രം എപ്പോഴും യുദ്ധങ്ങളുടേതു കൂടിയായിരുന്നു. അക്കാലത്ത് മെഡിറ്ററേനിയൻ കടലിലെ വ്യാപാരത്തിന്റെ ആധിപത്യത്തിനുവേണ്ടി വെനീസും ജനോവയും എന്ന 2 നഗരരാഷ്ട്രങ്ങൾ നിരന്തരം യുദ്ധത്തിലായിരുന്നു. അവർ നിപ്രിമിരിമിയെ സപേർനിക്കി ആയിരുന്നു. 1298-ൽ, അതായത് മാർക്കോ വെനീസിൽ തിരിച്ചെത്തി ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷം, വെനീസും ജനോവയും തമ്മിൽ ഒരു നിർണായകമായ നാവികയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. കുർസോള യുദ്ധം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു വെനീഷ്യൻ പൗരൻ എന്ന നിലയിൽ തന്റെ നഗരത്തിനുവേണ്ടി യുദ്ധം ചെയ്യേണ്ടത് മാർക്കോയുടെ കടമയായിരുന്നു. അവൻ ഒരു വലിയ യുദ്ധക്കപ്പലിന്റെ കപ്പിത്താനായി ആ യുദ്ധത്തിൽ പങ്കെടുത്തു. ഒരുപക്ഷേ ചൈനീസ് കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും കപ്പലുകൾ നയിച്ച തന്റെ അനുഭവസമ്പത്ത് ഇവിടെ പ്രയോജനപ്പെടുമെന്ന് അവൻ കരുതിയിരിക്കാം. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ആ യുദ്ധത്തിൽ ജനോവയുടെ നാവികസേന വെനീസിനെ ദയനീയമായി പരാജയപ്പെടുത്തി. വെനീസിന്റെ നിരവധി കപ്പലുകൾ അവർ തകർക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തു. നിർഭാഗ്യവശാൽ മാർക്കോ പോളോയുടെ കപ്പലും ജനോവൻ സൈന്യത്തിന്റെ പിടിയിലായി. അങ്ങനെ ലോകം ചുറ്റിയ ആ മഹാനായ സഞ്ചാരി ഒരു യുദ്ധത്തടവുകാരനായി ജനോവയിലെ ഒരു ഇരുണ്ട തടവറയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അതൊരു വലിയ വീഴ്ചയായിരുന്നു. കുബ്ലൈ ഖാന്റെ കൊട്ടാരത്തിലെ സ്വർണസിംഹാസനങ്ങളിൽ നിന്ന് ഇപ്പോൾ ജനോവയിലെ ഒരു തണുത്ത ഈർപ്പമുള്ള തടവറയുടെ നിലത്തേക്ക്. അവന്റെ കൂടെ 100 കണക്കിന് മറ്റു വെനീഷ്യൻ തടവുകാരുമുണ്ടായിരുന്നു. ആ തടവറയിലെ വിരസവും ഏകാംഗവുമായ ദിനങ്ങളിൽ മാർക്കോ തന്റെ സഹതടവുകാരോട് തന്റെ ജീവിതകഥകൾ പറയുമായിരുന്നു. അവൻ കണ്ട കഥായിയെക്കുറിച്ച്, മഹാചക്രവർത്തിയായ കുബ്ലൈഖാനെക്കുറിച്ച്, കടലാസുപണം, കത്തുന്ന കല്ലുകൾ, കിൻസായ് എന്ന സ്വർഗനഗരം, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭയാനകമായ യാത്ര. അവന്റെ കഥകൾ കേട്ട് സഹതടവുകാർ അത്ഭുതത്തോടെയും അവിശ്വസനീയതയോടെയും കേട്ടിരുന്നു. അങ്ങനെയിരിക്കെയാണ് ആ തടവറയിൽ വെച്ച് മാർക്കോ ഒരാളെ കണ്ടുമുട്ടുന്നത്. ആ കൂടിക്കാഴ്ച ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നു. അയാളുടെ പേര് റുസ്റ്റിക്കെല്ലോ ഡാ പീസ. റുസ്റ്റിക്കേലോ ഒരു സാധാരണ തടവുകാരനായിരുന്നില്ല. അയാൾ ഒരു എഴുത്തുകാരനായിരുന്നു. റൊമാന്റിക് നോവലുകളും ആർതർ രാജാവിനെയും അദ്ദേഹത്തിന്റെ ധീരരായ യോദ്ധാക്കളെയും കുറിച്ചുള്ള വീരഗാഥകളും എഴുതുന്നതിൽ പ്രശസ്തനായിരുന്നു അയാൾ. റുസ്റ്റിക്കേലോയും ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് അവിടെ തടവിൽ കഴിയുകയായിരുന്നു. മാർക്കോയുടെ അത്ഭുതകരമായ കഥകൾ കേട്ടപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ റുസ്റ്റിക്കേലോയുടെ ഉള്ളിലെ പ്രതിഭ ഉണർന്നു. ഇതു വെറും കഥകളല്ല, ഇതൊരു ഇതിഹാസമാണ്. ഈ കഥകൾ ഈ തടവറയുടെ 4 ചുവരുകൾക്കുള്ളിൽ അവസാനിച്ചു പോകരുത്. ഇത് ലോകം മുഴുവൻ അറിയണം. സുഹൃത്തെ, റുസ്റ്റിക്കേലോ മാർക്കോയോട് പറഞ്ഞു, നിങ്ങളീ പറയുന്ന കാര്യങ്ങൾ അവിശ്വസനീയമാണ്. നമുക്കിതൊരു പുസ്തകമാക്കിയാലോ? നിങ്ങൾ പറയുക, ഞാൻ എഴുതാം. മാർക്കോയ്ക്ക് ആ ആശയം ഇഷ്ടപ്പെട്ടു. തടവറയിലെ മടുപ്പിക്കുന്ന ദിനങ്ങൾ ചിലവഴിക്കാൻ ഇതൊരു നല്ല മാർഗമാണ്. ഒരുപക്ഷേ തന്റെ കഥകൾ രേഖപ്പെടുത്തി വയ്ക്കാനുള്ള ദൈവത്തിന്റെ ഒരു നിയോഗമായിരിക്കാം ഈ തടവറ ജീവിതം എന്നവൻ കരുതി. അങ്ങനെ ആ ചരിത്രപ്രസിദ്ധമായ പുസ്തകം പിറവിയെടുത്തു. അടുത്ത കുറേ മാസങ്ങൾ ആ ഇരുണ്ട തടവറ ഒരു എഴുത്തുമുറിയായി മാറി. മാർക്കോ പോളോ തന്റെ ഓർമ്മകളുടെ ചെപ്പു തുറന്നു. വെനീസിൽ നിന്ന് പുറപ്പെട്ട 17 വയസ്സുകാരനായ ആ കൗമാരക്കാരൻ പേർഷ്യയും പാമീറും ഗോപിയും താണ്ടി കുബ്ലായ് ഖാന്റെ കൊട്ടാരത്തിലെത്തിയതും ചക്രവർത്തിയുടെ വിശ്വസ്തനായി മാറിയതും അവൻ കണ്ട അത്ഭുതലോകങ്ങളും ഭയാനകമായ മടക്കയാത്രയും എല്ലാം അവൻ സവിസമ കുടിത്തു ഓർത്തെടുത്തു വിവരിച്ചു. റുസ്റ്റിക്കേലോ നല്ല വേഗത്തിൽ അതെല്ലാം കുറിച്ചെടുത്തു. അവനൊരു പ്രൊഫഷണൽ എഴുത്തുകാരനായതുകൊണ്ട് മാർക്കോയുടെ വിവരണങ്ങൾക്ക് കുറച്ചുകൂടി നാടകീയതയും ഭംഗിയും നൽകി. ചിലപ്പോൾ തന്റെ റൊമാന്റിക് ശൈലിയിൽ ചില അതിശയോക്തികൾ കലർത്തിയിരിക്കാം. ആ പുസ്തകം എഴുതപ്പെട്ടത് അക്കാലത്തെ ഫ്രാങ്കോ ഇറ്റാലിയൻ ഭാഷയിലാണ്. പുസ്തകത്തിനവർ നൽകിയ പേര് കിഴക്കിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം എന്നായിരുന്നു. എന്നാൽ അത് പ്രസിദ്ധമായത് മാർക്കോയുടെ ഇരട്ടപ്പേരായ ഇൽ മിലിയോണെ എന്ന പേരിലാണ്. ഏകദേശം 1 വർഷത്തെ തടവ് ജീവിതത്തിനു ശേഷം 1299-ൽ വെനീസും ജനോവയും ഒരു സമാധാന കരാറിൽ ഒപ്പുവച്ചു. അതോടെ മാർക്കോ പോളോ ഉൾപ്പെടെയുള്ള എല്ലാ തടവുകാരെയും മോചിപ്പിച്ചു. മാർക്കോ പോളോ വെനീസിലേക്ക് മടങ്ങിയെത്തിയത് വെറുമൊരു വ്യാപാരിയായിട്ടല്ല, മറിച്ച് ഒരു ഗ്രന്ഥകർത്താവായിട്ടുകൂടിയാണ്. അവന്റെ കയ്യിൽ ലോകത്തിന്റെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കാൻ കഴിവുള്ള ഒരു കയ്യെഴുത്തുപ്രതിയുണ്ടായിരുന്നു. 1299-ൽ
ജനോവയിലെ തടവറയിൽ നിന്ന് മോചിതനായി മാർക്കോ പോളോ വെനീസിൽ തിരിച്ചെത്തി. അവന്റെ കയ്യിൽ റുസ്റ്റിക്കേലോ ഡാ പീസ എഴുതിയ ആ അമൂല്യമായ കൈയെഴുത്ത് പ്രതിയുണ്ടായിരുന്നു. അവൻ തന്റെ ബാക്കി ജീവിതം ഏകദേശം 25 വർഷത്തോളം വെനീസിൽ ഒരു ധനികനായ വ്യാപാരിയായി, ഒരു കുടുംബസ്ഥനായി ജീവിച്ചു. അവൻ വീണ്ടും ദീർഘയാത്രകൾക്കൊന്നും പോയില്ല. തന്റെ കടൽ യാത്രകളുടെയും മരുഭൂമികളുടെയും കൊട്ടാരങ്ങളുടെയും ഓർമ്മകൾ അയവിറക്കി അവൻ തന്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടി. അതേസമയം അവന്റെ പുസ്തകം ഇൽ മിലിയോനെ യൂറോപ്പിലാകെ പതുക്കെ പടർന്നു പിടിക്കാൻ തുടങ്ങി. അന്ന് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പുസ്തകത്തിന്റെ പകർപ്പുകൾ കൈകൊണ്ടെഴുതിയാണ് ഉണ്ടാക്കിയിരുന്നത്. ഓരോ പകർപ്പിൽ നിന്നും പുതിയ പകർപ്പുകൾ ഉണ്ടാക്കപ്പെട്ടു. പുസ്തകം പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു: ലാറ്റിൻ, വെനീഷ്യൻ, ടസ്കൻ, ഫ്രഞ്ച്, ജർമ്മൻ. പുസ്തകം വായിച്ച ആളുകൾ 2 തട്ടിലായിരുന്നു. ഒരു വിഭാഗം ആളുകൾക്ക് അതൊരത്ഭുതമായിരുന്നു. പട്ടും സുഗന്ധദ്രവ്യങ്ങളും വരുന്ന കിഴക്കൻ ദേശങ്ങളെക്കുറിച്ചുള്ള ഒരു നേർചിത്രം അവർക്ക് ആദ്യമായി ലഭിച്ചു. കുബ്ലായ് ഖാന്റെ സാമ്രാജ്യത്തിന്റെ വലിപ്പവും സമ്പത്തും, ചൈനയിലെ പുരോഗമിച്ച നഗരങ്ങളും കടലാസ് പണവും കൽക്കരിയും, ഇതെല്ലാം യൂറോപ്യന്മാർക്ക് പുതിയ അറിവുകളായിരുന്നു. ഭൂപടങ്ങൾ നിർമ്മിക്കുന്നവർ, കാർട്ടോഗ്രാഫേഴ്സ്, മാർക്കോയുടെ വിവരണങ്ങൾ വെച്ച് പുതിയ, കൂടുതൽ കൃത്യതയുള്ള ഭൂപടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ഭൂരിപക്ഷം ആളുകളും മാർക്കോയെ ഒരു നുണയനായിട്ടാണ് കണ്ടത്. അവർ അവന്റെ പുസ്തകത്തെ വിളിച്ചത് ഇൽ മിലിയോനെ എന്നാണ്, അതായത് 1 മില്യൺ നുണകൾ എന്ന്. അവൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കത്തുന്ന കല്ലുകളോ, കടലാസ് പണമോ, 12,000 പാലങ്ങളുള്ള നഗരമോ, ഇതെല്ലാം മാർക്കോയുടെ ഭാവന മാത്രമാണെന്ന് അവർ കരുതി. വെനീസിലെ കുട്ടികൾ പോലും ആരെങ്കിലും ഒരു നുണ പറഞ്ഞാൽ അതൊരു മാർക്കോ പോളോയാണ് എന്ന് കളിയാക്കി പറയാൻ തുടങ്ങി. ഈ അപവാദങ്ങൾക്കിടയിലും മാർക്കോ ശാന്തനായി ജീവിച്ചു. താൻ കണ്ട സത്യങ്ങളാണ് താൻ പറഞ്ഞതെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. രോഗം കൊണ്ട് ക്ഷീണിതനായിരുന്നെങ്കിലും മാർക്കോ തന്റെ അവസാനത്തെ ശക്തി സംഭരിച്ച് തലയുയർത്തി. എന്നിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആ വിഖ്യാതമായ വാക്കുകൾ പറഞ്ഞു: "ഞാൻ കണ്ട കാര്യങ്ങളുടെ പകുതി പോലും ഞാൻ എഴുതിയിട്ടില്ല." അതായിരുന്നു അവന്റെ അവസാന വാക്കുകൾ. താൻ പറഞ്ഞത് സത്യം മാത്രമാണെന്ന്, എന്തിന്, താൻ കണ്ട അത്ഭുതങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ താൻ ലോകത്തോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ആ മഹാനായ സഞ്ചാരി കണ്ണുകളടച്ചു. മാർക്കോ പോളോ മരിച്ചു. പക്ഷേ അവന്റെ കഥകൾ മരിച്ചില്ല. അവന്റെ പുസ്തകം യൂറോപ്പിന്റെ ചിന്തകളെ പതിയെ പതിയെ മാറ്റിമറിക്കാൻ തുടങ്ങി. അത് വെറുമൊരു യാത്രാവിവരണമായിരുന്നില്ല. അതൊരു പ്രചോദനമായിരുന്നു. യൂറോപ്പിന്റെ അതിരുകൾക്കപ്പുറം വലിയ സമ്പത്തും അവസരങ്ങളുമുള്ള ഒരു ലോകമുണ്ടെന്ന് അത് ആളുകളെ പഠിപ്പിച്ചു. നൂറ്റാണ്ടുകൾക്കിപ്പുറം, ഏതാണ്ട് 150 വർഷങ്ങൾക്കു ശേഷം, ജനോവയിൽ നിന്നുള്ള ഒരു നാവികൻ മാർക്കോ പോളോയുടെ പുസ്തകത്തിന്റെ ഒരു പഴയ കോപ്പി വായിക്കുകയായിരുന്നു. കിഴക്കൻ ദേശങ്ങളിലെ സമ്പത്തിനെക്കുറിച്ചും ചൈനയെയും ഇന്ത്യയെയും കുറിച്ചുമുള്ള വിവരണങ്ങൾ അവന്റെ മനസ്സിൽ ഒരു തീ കോരിയിട്ടു. കിഴക്കോട്ട് കരമാർഗം പോകുന്നതിനു പകരം പടിഞ്ഞാറോട്ട് കപ്പലോടിച്ചാൽ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഏഷ്യയിലെത്താൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. ആ നാവികന്റെ പേരായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ്. അതെ, കൊളംബസിന്റെ യാത്രയ്ക്കു പിന്നിലെ ഏറ്റവും വലിയ പ്രചോദനങ്ങളിലൊന്ന് മാർക്കോ പോളോയുടെ പുസ്തകമായിരുന്നു. കൊളംബസ് തന്റെ യാത്രയിൽ മാർക്കോ പോളോയുടെ പുസ്തകത്തിന്റെ ഒരു കോപ്പി കയ്യിൽ കരുതിയിരുന്നു. അതിലവൻ സ്വന്തം കൈപ്പടയിൽ കുറിപ്പുകൾ എഴുതി ചേർത്തിരുന്നു. അവൻ അമേരിക്കൻ തീരത്ത് കാലുകുത്തിയപ്പോൾ താൻ എത്തിയിരിക്കുന്നത് ഏഷ്യയുടെ ഒരു ഭാഗത്താണെന്നാണ് അവൻ കരുതിയത്. കാരണം മാർക്കോ പോളോ വിവരിച്ച ലോകം കണ്ടെത്താനാണ് അവൻ പുറപ്പെട്ടത്. അങ്ങനെ മാർക്കോ പോളോ എന്ന ഒരു കാലത്ത് യൂറോപ്പ് മുഴുവൻ നുണയനെന്ന് മുദ്രകുത്തിയ ആ മനുഷ്യൻ യൂറോപ്പിന്റെ കണ്ടുപിടുത്തങ്ങളുടെ യുഗത്തിന്, അഥവാ ഏജ് ഓഫ് ഡിസ്കവറിക്ക് തന്നെ തിരികെ കൊളുത്തി. അവൻ കൊളംബസിനെയും വാസ്കോഡഗാമയെയും മറ്റെണ്ണമറ്റ സാഹസികരെയും പ്രചോദിപ്പിച്ചു. അവൻ ലോകത്തിന്റെ ഭൂപടം മാറ്റിവരച്ചു. അവൻ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഒരു പാലം പണിതു. അവൻ യൂറോപ്പിന്റെ ഇടുങ്ങിയ ചിന്തകളെ തകർത്ത് അതിരുകളില്ലാത്ത സാധ്യതകളുടെ ഒരു ലോകം അവർക്കു മുന്നിൽ തുറന്നുകൊടുത്തു. അതുകൊണ്ട് മാർക്കോ പോളോയെ നാം ഓർക്കേണ്ടത് കേവലം ഒരു സഞ്ചാരിയായിട്ടല്ല, മറിച്ച് ലോകത്തെ പരസ്പരം ബന്ധിപ്പിച്ച, ഭാവനയുടെ ചിറകുകൾ കൊണ്ട് പുതിയ ലോകങ്ങൾ കണ്ടെത്താൻ മനുഷ്യരാശിയെ പ്രേരിപ്പിച്ച, ചരിത്രത്തിന്റെ ഗതി മാറ്റിയ ഒരു മഹാപ്രതിഭയായിട്ടാണ്. അവന്റെ കഥ സാഹസികതയുടെയും കൗതുകത്തിന്റെയും എല്ലാക്കിനുമുപരി താൻ കണ്ട സത്യങ്ങളിൽ ഉറച്ചുനിൽക്കാനുള്ള ധൈര്യത്തിന്റെയും ഒരു അനശ്വരമായ ഗാഥയാണ്. നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുന്നു.
പക്ഷെ മാർക്കോ പോളോ കൊളുത്തിയ ആ സാഹസികതയുടെ ആ തീപ്പൊരി ഇന്നും നമ്മുടെയെല്ലാം ഉള്ളിൽ എവിടെയോ കെടാതെ കിടപ്പുണ്ട്. അടുത്തത് ഏത് കഥകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമന്റ് ചെയ്യുമല്ലോ.